ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക കൊണ്ടൊരു ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എല്ലാവരും കേട്ടിട്ട് കാണുമല്ലോ, തേൻ നെല്ലിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ നമ്മളെ തേനിനകത്തൊന്നും അല്ല ചെയ്യാൻ പോകുന്നത്, ശർക്കരക്കകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു 3-4 ദിവസമായ ഇത് മേടിച്ച് വെച്ചിട്ട് അതിനൊരു ചെറിയ നിറവ്യത്യാസമുണ്ട്. അല്ലാതെ അഴുക്കായിട്ടൊന്നുമില്ല, ഒരു നിറവ്യത്യാസം പോലെ എന്നുള്ളതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നെല്ലിക്കയ്ക്കകത്ത് ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ. വിറ്റാമിൻ സിയും അത് ഒക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്. നമ്മളിത് ഈ ശർക്കരക്കകത്ത് ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ നെല്ലിക്ക ഇത് എടുത്ത് കഴിക്കാം. കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് ഇത്. നല്ല പ്രതിരോധശേഷി ഉണ്ടാവും. ദഹനക്കേടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെടുത്ത് കഴിച്ചാൽ മതി. നല്ല ദഹനമൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റമായത്. അതുകൊണ്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആവിയിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അല്ലാതെ വേവ് ഒന്നും ചെയ്യരുത്. ആവിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു വാട്ടിയെടുക്കത്തേ ഉള്ളൂ. അത് വെള്ളത്തിലിട്ടൊന്നും നമ്മൾ വാട്ടുന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പോകുന്നത്. ഞാൻ നെല്ലിക്ക വാട്ടാൻ വെച്ചേ. ഇതൊന്നൊരു ആവി കയറിയാൽ മതി, വേഗണ്ട. നമുക്കൊന്ന് വാടി കഴിയുമ്പോൾ ഇഞ്ഞെടുക്കാം. ഇത് ആവിയിൽ വെച്ചതാണേ, ആറിയേ. നമുക്കിതിനെ ഓരോ ചെറിയ ഇങ്ങനെ ഹോളിടാം. എന്നിട്ടിപ്പോൾ നമ്മൾ ഈ ശർക്കര പാനിക്കകത്ത് ഇടുമ്പോഴത്തേനുണ്ടല്ലോ, ഇത് ഈ ഹോളിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിടിക്കും. അന്നേരപ്പോൾ പെട്ടെന്ന് അതിനൊപ്പം കടിക്കാൻ നമുക്ക് അതിനകത്ത് മധുരമൊക്കെ നല്ലതായിട്ട് പിടിക്കുമല്ലോ, അകത്തല്ല. അതിനെ ചെറിയ ഹോളിടുന്നത് ഇങ്ങനെ നമുക്ക് ഇട്ട് അത് ചെയ്താൽ മതി. ചെറിയ ചൂടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയതേ ഉള്ളൂ കേട്ടോ. വെന്തിട്ടൊന്നുമില്ല, ഇത് വെന്തിട്ടില്ല. ഇത് വേകേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഞാൻ ഉണ്ട ശർക്കര പാനിയാക്കാൻ വെച്ചേ. അത് തിളച്ചേ. ഞാനിത് എൻ്റെ ഒന്ന് അരിച്ചെടുത്തതാണ്, എല്ലാം റെഡിയാക്കി എടുത്തത്. അതിൻ്റെ ആ പൊടി അഴുക്കെല്ലാം കളഞ്ഞിട്ട് കേട്ടോ. അതിനകത്തിലോട്ട് ഞാൻ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കുവാണേ. അതൊന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് നെല്ലിക്ക ഇടുവാണേ. ഇതൊരു 10-20 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് വേകട്ടെ. നമ്മൾ ചുമ്മാ ഒന്ന് ആവി കയറ്റിയതേ ഉള്ളല്ലോ. ഇത് ഒരു 10 മിനിറ്റ് ഇതിനകത്ത് കിടന്നൊന്നും തിളയ്ക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ബാക്കി റെഡിയാക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് അടച്ച് വെക്കുവാണേ. കുറച്ച് നല്ലതായിട്ട് തിളച്ചു. ഇനി ഒരു 5 മിനിറ്റ് കൂടെ റെഡി ആകാനായിട്ട് 5 മിനിറ്റ് കൂടെ മതിയേ. നന്നായിട്ട് തിളച്ചേ. ഏകദേശമൊക്കെ ആകാറായിട്ട് കേട്ടോ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. നമുക്കിത് എത്ര നാൾ വേണേലും ഇരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ പീസ് വെച്ച് എടുത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ടേ. ഏകദേശം റെഡി ആകാറായേ. വെള്ളമൊക്കെ ഇത് വറ്റിയിട്ടുണ്ട് കണ്ടോ. ഏകദേശം റെഡി ആകാറായി. ഒരു ശകലം കൂടെ വറ്റിയാൽ മതി. ശർക്കരപ്പാനി കുറുകി തുടങ്ങിയേ. ഏകദേശമായി കുറുകിയിട്ടുണ്ട്. നമുക്കിനി അത് പുറത്തെടുക്കാം. ഇത് റെഡിയായ വാങ്ങാൻ പോവാണേ. ഇതിലോട്ട് നമ്മൾ ശകലം തേൻ ഒഴിക്കുവാണേ, 1 സ്പൂണ്. ഇതിപ്പോൾ നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിനിയും ഒരു 1-2 ദിവസം ഇരിക്കണം. ഇരുന്നാലേ അതിൻ്റെ ആ ഒരു ഇത് ഒന്നുകൂടെ റെഡി ആകത്തുള്ളേ. 1-2 ദിവസം നമുക്കിത് എടുത്ത് ഭരണിയിലോ വല്ലോ ഒഴിച്ചിങ്ങനെ വെക്കണം. വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഇതെല്ലാം ശരിക്കും പിടിക്കും. തേൻ നെല്ലിക്ക റെഡിയായേ. ഇത് സൂപ്പറായി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. നമുക്കും എടുത്ത് കഴിക്കാം. ഇത് ദഹനത്തിനും എല്ലാത്തിനും നല്ലതായത്. പ്രതിരോധശേഷി ഉണ്ടാകും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയായിട്ട് ഇത് എത്ര കാലം വേണേലും ഇരിക്കും, എത്ര നാൾ വേണേലും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.